സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് ഇവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഞങ്ങളുടെ ലൈഫിൽ ഫുള്ളായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടോ ഞാൻ ഇന്നത്തെ വ്ളോഗിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഓർത്തപ്പോൾ ദോശയാവുമ്പോൾ പെട്ടെന്ന് പണി തീരില്ലോ എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, നേരെ ദോശയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയെക്കുറിച്ച് പറയാട്ട. തവിട്ട് കളയാത്ത മുഴുവൻ ഗോതമ്പ് ചേർത്താട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗോതമ്പിൽ സ്വാഭാവികമായി എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗതമായി ചക്കയിൽ പൊടിച്ചെടുക്കുന്ന ആ ഫ്രഷ്നെസ്സും ഗുണമേന്മയും ഇതിൽ നിലനിർത്തുന്നു കേട്ടോ. കൃത്രിമമായ നിറങ്ങളോ സുഗന്ധങ്ങളോ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. ശുദ്ധമായി പൊടിച്ചെടുത്ത അസൽ ഗോതമ്പ് പൊടിയാട്ടത്. അപ്പോൾ ഇത് രാസവസ്തുക്കളോ ഇതിൽ ചേർത്തിട്ടില്ല. വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അത്രയും ശുദ്ധമായി വിശ്വാസമായിട്ട് നമുക്ക് ഇത് നാരുകളും വിറ്റാമിനുകളും മിനറലുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദാഹവും സുഗന്ധമാകുന്ന ശരീരത്തിന് എനർജി നൽകാനും ഇത് സഹായിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പൊടിയുടെ ഗുണമേന്മയെ കുറിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി പൊടിയാണ്. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, ഒന്ന് ബുക്ക് ചെയ്താൽ മതി. അടിപൊളി പൊടിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, അടിപൊളിയായിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം, ദോശയും ഉണ്ടാക്കാട്ടെ. ഞാൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് തിരക്ക് പിടിച്ചാൽ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളിലേക്കാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിലൂടെ ഞാൻ ഗോതമ്പ് പൊടിയുടെ ഗുണമേന്മയെ കുറിച്ചിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പാത്തൂസ് കുളിക്ക കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് പുറകെ തന്നെ മോന് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ ദോശ കഴിക്കാനിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, മോൻ വന്നിരുന്നപ്പോൾ പാത്തൂസ് പതുക്കെ ആയിട്ടോ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സാധാരണ അവൾ വലിയ ഓട്ടപ്പാച്ചിലാണ്, വേഗം ഫുഡ് കഴിക്കുക, വേഗം തന്നെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങലാട്ടോ പതിവ്. ഇന്ന് പുള്ളിക്കാരത്തി വളരെ റിലാക്സ് ആയിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് മോൻ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ ശേഷം പാത്തുവിൻ്റെ കാര്യമാട്ടോ. ഇന്നലെ അവൾക്ക് ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പോസ്റ്റർ റെഡിയാക്കാനായിട്ട് തന്നിരുന്നു കേട്ടോ. അതൊക്കെ റെഡിയാക്കി വൃത്തിയാക്കി കവറൊക്കെ ചെയ്ത് കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ, ആരോഗ്യത്തോട് ജീവിക്കൂ എന്ന സന്ദേശമാട്ടോ ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോയിട്ടോ. അതിന് ശേഷം ഞാൻ പുറത്തേക്കൊന്ന് പോയി കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റേറിയ ഈത്തപ്പഴം, അതേപോലെ തന്നെ ഇതൊക്കെ മുറിച്ച് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അല്ലുവോ പോലെ ഇരിക്കട്ടോ, വളരെ ടേസ്റ്റാട്ടാ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഞാൻ അടുപ്പത്തിട്ടുണ്ടായിരുന്നു, അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ച് നേരെ പാത്തൂസിന് വിളിക്കാൻ പോകണം. ഇതുകൂടാതെ ഞാൻ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്, അത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ടോളൂ. ഇപ്പോൾ ഒരു കേട്ടോ സർപ്രൈസ്, അടിപൊളി ഞാവൽപ്പഴം കിട്ടിയിട്ട് വളരെയധികം സന്തോഷം തോന്നിയിട്ടാ. അപ്പോൾ ഇന്ന് അടിപൊളി ദിവസം തന്നെയായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് നേരെ പാത്തൂസിന് സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് ഇറങ്ങിട്ടോ. പാത്തൂസ് സാധാരണ ഓട്ടോറിക്ഷയിലാട്ടോ വരാറുള്ളത്. അപ്പോൾ ഇന്ന് ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ പോയ കൂട്ടത്തിൽ പാത്തൂസിന് ഞാൻ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു കേട്ടോ. നമ്മളെ അന്തരീക്ഷമാകെ മാറിയിട്ടോ. ഇപ്പോൾ മഴ പെയ്യും എന്നൊരു അന്തരീക്ഷത്തിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അടിപൊളി കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ വഴിയോരത്തൊക്കെ അടിപൊളി കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ പാത്തൂസ് നിങ്ങൾക്കൊരു ഹായ് തരുന്നുണ്ട്. അപ്പോൾ പാത്തൂസിന് ഇഷ്ടമുള്ളവർ തീർച്ചയായും ഒരു ലൈക്ക് തരണേ. ഇഷ്ടമുള്ളവർ തീർച്ചയായും ഒരു ലൈക്ക് തരിക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ബ്രസീലിൻ്റെ ടീമിൻ്റെ ഫ്ലെക്സാണ് കേട്ടോ. റോഡിൽ എവിടെ നോക്കിയാലും ഫ്ലെക്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുട്ബോൾ ആവേശം തുടങ്ങിക്കഴിഞ്ഞ കൂട്ടുകാരെ. അപ്പോൾ അത് ബ്രസീലിൻ്റെയാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം ഏതാണെന്ന് പറയണ്ടേ? അർജൻറ്റീന. അതേപോലെ തന്നെ നമ്മുടെ പോർച്ചുഗൽ, അതാണ് ഞങ്ങളുടെ ടീം കേട്ടോ. അപ്പോൾ വയോരത്തെ ഫ്ലെക്സുകളാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാവൽപ്പഴം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാവൽപ്പഴം ഉപ്പ് വെള്ളത്തിലാട്ടോ ഞാൻ കഴുകുന്നത്. അതിലാണ് കിളക്കൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാവൽപ്പഴമൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ഈത്തപ്പഴവും ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ പാത്തുസുധ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് മേശപ്പുറത്ത് അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാം. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഞാവൽപ്പഴം കേട്ടോ. പിന്നെ ഈത്തപ്പഴം വലിയ ഇഷ്ടമല്ല, എന്നാലും കഴിക്കും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പൊരിവർഗ്ഗം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സമൂസയും അതുപോലെ തന്നെ ഉഴുന്നുവടയും. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പലഹാരം ഏതാണെന്നറിയോ? സമൂസയാട്ടോ. അപ്പോൾ ഇന്ന് മദ്രസയിലേക്ക് പോകണം. അപ്പോൾ ഇതാ വേഗം തന്നെ ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട്, കുളിച്ചതാ എത്തിയിട്ടുണ്ട്. ഇതാ സമൂസ കൊടുത്തപ്പോൾ അതാ കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ മോൻ മദ്രസയ്ക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ പോവാണ് കേട്ടോ അവൾ. ഇതാ സൈക്കിളുമ്പോൾ പോകുന്നുണ്ട്. നല്ല കാറ്റും കോളുണ്ട്. ഇപ്പം മഴ പെയ്യും എന്നൊരു അന്തരീക്ഷമാണ്. പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടാ. ആ ഒരു ദിവസം മഴ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതാ മോൻ വന്നിട്ടുണ്ട് കേട്ടാ. എന്താണെന്നറിയോ, കയ്യിൽ ജേഴ്സിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടയിൽ കയറി നോക്കൂ, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കടയിൽ കയറിയിട്ടോ. അപ്പോൾ ഇതാ പോർച്ചുഗലിൻ്റെ ജേഴ്സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയപ്പോൾ അതാ നമ്മൾ അയില കിട്ടിയിട്ടാ, ഫ്രഷ് അയില കേട്ടാ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ദിവസം എന്താ നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റാക്കാനായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യണം. പിന്നെ തേങ്ങ അരച്ചിട്ടാട്ടോ ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാത്തുസ് മദ്രസയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനിടയിൽ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അല്ലുവ പോലത്തെ മാമ്പഴമാട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ? എന്തോരം കഴിച്ചാലും നമുക്ക് പൂതി തീരൂല, അത്രയും ടേസ്റ്റാണ് ഈ മാമ്പഴത്തിന് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. അല്ലുവ പോലത്തെ മാമ്പഴം കണ്ടില്ലേ കൂട്ടുകാരെ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം ഓടി പോയോ കേട്ടോ. അങ്ങനെ എന്താ പാത്തുസ് അടുത്തതായി ഞാവൽപ്പഴം കഴിക്കാനായിട്ട് പോകുന്നത്. അതൊക്കെ കൊടുത്ത് ഇതാ നാടൻ സ്റ്റൈൽ ഇതാ മീൻകറി സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക്. അപ്പോൾ ഞാൻ ചാനലിൽ ഒരുപാട് തവണ ഇട്ടതുകൊണ്ട് ഇതാണ് കേട്ടോ ഞാൻ വീഡിയോസായിട്ട് എടുക്കാഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് പുറം കാഴ്ചകളാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ദിവസത്തെ വിശേഷങ്ങളാണ്. ലഞ്ച് ബോക്സ് സെറ്റാക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും പപ്പടമൊക്കെ അങ്ങോട്ട് സെറ്റാക്കി നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കാം. എൻ്റെ വീഡിയോയും അതേപോലെ തന്നെ എൻ്റെ വോയിസ് ഓവർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കൂട്ടാക്കാനും മറക്കരുത്. അപ്പോൾ അതാ മീൻകറി സെറ്റാക്കി ഇതാ നമ്മളിതാ പാത്രത്തിലോട്ട് ഒഴിക്കുന്നുണ്ട്. അവന് മീൻ കഷ്ണം ഇഷ്ടമല്ല കേട്ടോ, കൂടുതലും അവന് ചാറാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇതാ റെഡിയാക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പാത്തുസൊക്കെ ഒരുങ്ങി ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. ബൈ.